നമസ്കാരം. പോളിംഗും കഴിഞ്ഞ് റിസൾട്ട് വരാനായിട്ടും കോൺഗ്രസിൽ കലഹമൊഴിയുന്നില്ല. സന്ദീപ് വാര്യരുടെ പാർട്ടി പ്രവേശനമാണ് കോൺഗ്രസിനെ ഇപ്പോൾ ഏറെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത്. ബി.ജെ.പിക്ക് വേണ്ടാത്ത സാധനത്തെ കോൺഗ്രസിലേക്ക് എടുത്തിരിക്കുന്നത് എന്തിനെന്ന മട്ടാണ് മുതിർന്ന നേതാക്കൾക്ക് പോലും. സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരുമെന്ന നിസ്സഹായതയുടെ സ്വരമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ കോൺഗ്രസിൽ ഉടലെടുത്ത അസ്വാരസ്യങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയായത്. മുതിർന്ന നേതാവ് VS വിജയരാഘവൻ ആദ്യവെടി പൊട്ടിച്ചതിന് പിന്നാലെ K മുരളീധരനും മുൻ MLA CP മുഹമ്മദും എതിർ ശബ്ദവുമായി പുറത്തു വന്നു. BJPയുടെ തീവ്ര ഹിന്ദുത്വ മുഖമായിരുന്ന സന്ദീപ് വാര്യരെ നിലപാട് തിരുത്താതെ പാർട്ടിയിൽ എടുത്തത് ദോഷം ചെയ്യുമെന്ന വാദം നേരത്തെ കോൺഗ്രസിലുണ്ട്. സന്ദീപിന്റെ വരവ് BJPക്ക് ഗുണം ചെയ്യുമെന്നും കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നും മുതിർന്ന നേതാവ് VS വിജയരാഘവൻ പ്രതികരിച്ചു. ദീർഘകാലം DCC പ്രസിഡന്റായിരുന്ന താൻ സന്ദീപിന്റെ വരവ് അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. ചർച്ചയില്ലാതെയാണ് സന്ദീപിനെ കോൺഗ്രസിൽ എടുത്തതെന്നും ഇതിലുള്ള അസംതൃപ്തിയുമാണ് വിജയരാഘവൻ പ്രകടിപ്പിച്ചത്. കാർഡടിച്ച് പ്രചാരണം നടത്തിയിട്ടും പോളിംഗ് കുറഞ്ഞത് പരിശോധിക്കണം എന്നാണ് K മുരളീധരൻ പറഞ്ഞത്. വോട്ടർമാർ മുഖം തിരിച്ചുവെന്ന് പറയുന്നതിലൂടെ മുരളീധരനും നേതൃത്വത്തെയാണ് ലക്ഷ്യമിടുന്നത്. സന്ദീപിനെ എടുത്തത് തിരിച്ചടിയായെന്ന അഭിപ്രായമാണ് CP മുഹമ്മദ് അടക്കമുള്ള നേതാക്കളും പങ്കുവെക്കുന്നത്. ജില്ലാ നേതൃത്വത്തെ പിണക്കിയാണ് ഷാഫി പറമ്പിലിന്റെ നോമിനിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ VD സതീശൻ സ്ഥാനാർത്ഥിയാക്കിയത്. DCCയും ജില്ലയിൽ നിന്നുള്ള നേതാക്കളും പ്രചാരണത്തിൽ നിന്ന് ഉൾവലിഞ്ഞതോടെ പുറമേ നിന്നെത്തിയ നേതാക്കളാണ് രാഹുലിന് വേണ്ടി പ്രചാരണം നയിച്ചത്. കൊട്ടിക്കലാശത്തിന് പിന്നാലെ പുറത്തുനിന്നുള്ള സംഘം ജില്ല വിടുകയും ചെയ്തു. ഇത് പോളിംഗ് കുറയാൻ ഇടയാക്കി എന്നാണ് വിലയിരുത്തൽ. പിളരുക എന്നത് കോൺഗ്രസിന്റെ ജന്മാവകാശമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും തൊഴുത്തിൽ കുത്തുന്ന പാർട്ടിയിലെ നേതാക്കളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയുമ്പോൾ സന്ദീപ് വാര്യർ രാഷ്ട്രീയം തന്നെ വിട്ടേക്കുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ചോദ്യം. ഒരു സീറ്റ് കിട്ടാത്തതിന് കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് നേരത്തെ പത്മജയും സിമി റോസ്ബെല്ലും അടക്കം പറഞ്ഞ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ലെന്ന് തോന്നുന്നു. അവഗണനയും അധികാരമോഹവും സഹിക്കാൻ കഴിയാതെ കോൺഗ്രസിന്റെ എത്ര നേതാക്കളാണ് CPIM-ലേക്ക് എത്തിയത് എന്ന് സന്ദീപ് വാര്യർ അറിഞ്ഞു കാണില്ല.